ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലാണ്. അതായത് ഇന്ന് കർക്കിടകം 1 കേട്ടോ. ഇവിടെ വരാനുള്ള പ്രധാന കാരണം ഇന്നാണ് ആനയൂട്ട് നടക്കുന്നത്. അതിൻ്റെ കാഴ്ച കാണാനും അത് നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്നിട്ടുള്ളത്. വന്ന ടൈമിൽ ഇവിടെ നല്ല മഴയാണ്. വന്നത് മുതൽ തുടങ്ങിയിട്ടുണ്ട് മഴ. ഇവിടെ വന്നപ്പോൾ നല്ല ക്രൗഡും ഉണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു കാഴ്ച കാണാൻ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാനും അത് കാണിക്കാനും നല്ലൊരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി പിന്നെ നമ്മൾ കുറേ കാലത്തിന് ശേഷം, കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വലിയ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആവട്ടെ, ഒരു അടിപൊളി കണ്ടൻറ്റ് ആവട്ടെ എന്നുള്ളതിൽ നമ്മൾ വെയിറ്റ് ചെയ്തതിന് അങ്ങനെ നമ്മളിതാ ഈ ഒരു ആനയൂട്ടിൻ്റെ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ടുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് എല്ലാവരും പോകുന്ന തിരക്കിലാണ്. അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ഇത് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. 9-9:30 മണിയാവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കാം. ഇവിടെ നല്ല ക്രൗഡാണ് കേട്ടോ. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി ഇതാ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അപ്പം റൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ നല്ല പച്ച വിരിച്ച പുൽമൈതാനിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ട് നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിന് വരുന്ന ടൈമിന് ഇവിടെ നല്ല ചൂടുള്ള ഒരു ടൈമിലാണ് അധികം തൃശ്ശൂർ പൂരം നടക്കാറ്. ചില ടൈമിലൊക്കെ മഴ പെയ്യാറുണ്ട് എന്നല്ലാതെ ഈ പൂരത്തിൻ്റെ ടൈമിൽ നല്ല തിരക്കും അതേപോലെ തന്നെ നല്ല ചൂടാവാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലേക്ക് പോകണം. ഈ ഒരു വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടി കടന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം എന്നാണ് ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു അതിൻ്റെ സൈഡിൽ കൂടെ എത്തിയ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഈ എന്താ പറയുക ആനകൂട്ട് കാണാൻ വരുന്നത് കേട്ടോ. ആനയൂട്ട് നമ്മളെ നാട്ടിൽ ആനയൂട്ടിൻ്റെ ഒരു പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ടേന്, എടുത്തിട്ടുണ്ടേന്, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടേന്. ഇത് പ്രശസ്തരായിട്ടുള്ള ഗജവീരന്മാരൊക്കെ അണിനിരക്കുന്ന ഒരു ഗംഭീര പരിപാടിയാണ് കേട്ടോ. തൃശ്ശൂർ പൂരം പോലെ തന്നെ ഈ ഒരു നാടും നാട്ടുകാരും എല്ലാവരും ഇത് ഭയങ്കര ഒരു ആഘോഷത്തിൽ കൊണ്ടാടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ അകത്ത് കയറാനുള്ള തന്ത്രപ്പാടിൽ നമ്മളിതാ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി വരുന്ന വഴിയിലുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. നല്ല മഴയാണ്. വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ടാസ്ക് ആവുന്നതാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. ഇതൊരു പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറിയിട്ട് അവിടെ നടക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ എത്തും തോറും തിരക്ക് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ വിഷ്വലൊക്കെ ഒന്നും അത്ര അത് ക്ലിയർ ആവാൻ സാധ്യതയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ അങ്ങോട്ട് കയറി നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആനകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നു അങ്ങനെ തന്നെയാണ്. നിറയെ ആളുകൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓരോരോ ആൾക്കാർ കുട ഇതും പിടിച്ച് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക കറക്റ്റ് ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഏതായാലും നമ്മൾ തിക്കി കുത്തി ഇതിൻ്റെ ഇടത്ത് കയറിയിട്ടുണ്ട്. നല്ല ക്രൗഡുണ്ട്. അതേപോലെ തന്നെ നല്ല മഴയാണ്. ഈ കുട ഇങ്ങനെ ചൂടി നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് കറക്റ്റ് വിഷ്വലൊന്നും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതിൽ മൈക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. മൈക്ക് എടുക്കാതെ നമ്മളിതിങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മഴ ഉണ്ടായതുകൊണ്ട് പിന്നെ ഈ മൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൈക്കിലെ പിരിവിരി സൗണ്ട് വരില്ല. അതുകൊണ്ടാണ് ആനകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഗജവീരന്മാർ ഇതങ്ങനെ വരുന്ന ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്താ പറയുക കുറിയൊക്കെ തൊട്ട് സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അത് ഓരോരോ ആൾക്കാർ വരികയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച ആൾക്കാർ തൊടുന്നൊക്കെ ഉണ്ട് ഇട്ടത്. ആനകളിങ്ങനെ വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് തൊട്ട് തലോടുന്നൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആനകൾ ഇതേപോലെ തന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂമൗട്ടൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളിത് പെട്ടെന്ന് ഇത് അടുത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ക്രൗഡുണ്ട് ഏറെ. ഈ മഴ വലിയൊരു വിഷയമാണ്. ഫോണായിട്ടല്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ പൊതുവേ ആൾക്കാർ എല്ലാവരും ക്യാമറ പോലെ തന്നെയാണ് സ്ഥിതി. ക്യാമറ ഉള്ളവരും ഇതൊക്കെ തന്നെയാണ്, ഇതേപോലത്തെയൊക്കെ തന്നെയാണ്. മൈക്ക് എന്താ പറയുക കുറച്ച് മാറി നിന്നിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഇനി ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ പെട്ട് ഫോണൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ പണിയാവില്ല. പക്ഷേ നമുക്കിത് കാണാനും അത് നിങ്ങളെ കാണിക്കാനുള്ളൊരു ത്വരമുണ്ട്. ആ ഒരു ആകാംക്ഷയോടാണ് തിക്കി കുത്തി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നല്ല രസമുള്ളൊരു വിഷ്വലാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. ആനകളെല്ലാം ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ട്. അവർക്കുള്ള ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇത് അവർക്ക് ഫുഡ് എന്നല്ല ഇതിന് പറയും. സത്യം പറഞ്ഞാൽ ഇതിന് ഇവരെ മരുന്നാണിത്. ഓരോരോ ഈ കർക്കിടകത്തിൻ്റെ കഞ്ഞിയൊക്കെ കൊടുക്കില്ല, അതേമാതിരി ആനകൾക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നും കാര്യങ്ങളെല്ലാം കൂടിയായിട്ട് അതിൽ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതിൽ എല്ലാ ഗജവീരന്മാരും ഇങ്ങനെ നിരന്ന് നിന്നിട്ടുണ്ട്. അടിപൊളിയൊരു കാഴ്ച. കണ്ണിന് ഭയങ്കര കുളിർമ, മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ലൈവായി കാണുമ്പോൾ ഭയങ്കര രസം കേട്ടോ. നേരിട്ട് കാണുന്നതാണ് ഏറ്റവും രസം. പക്ഷേ നേരിട്ട് കാണാൻ ഇതേമാതിരി റിസ്ക് എടുത്ത് വേണം നമുക്ക് വന്ന് കാണാൻ. അങ്ങനെ നമ്മൾ ഏതായാലും റിസ്ക് എടുത്ത് വന്ന് ഇതിങ്ങനെ എടുത്തും കൊണ്ടിരിക്കുകയാണ്. കൃത്യം 9:30 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പരിപാടികൾ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ ഗജവീരന്മാരെല്ലാവരും ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. നമുക്ക് വിഷ്വൽ വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക് വെച്ചാൽ ഭയങ്കര ടാസ്ക്. നല്ല മഴയാണ്.
എൻ്റെ അടുത്ത് ഈ കുടയുണ്ട്, അതേപോലെ തന്നെ ജാക്കറ്റും ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി നമുക്ക് ഫോണും കുടയും ജാക്കറ്റും ഇതും ബാഗും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒന്നും കേൾക്കുന്നില്ല. ഇത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള വ്ളോഗറും അമ്മയാണ് കേട്ടോ. ഇവരെ വീഡിയോസൊക്കെ നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് നേരം അവരങ്ങനെ നോക്കി അവരെ വിളിച്ച് അവരെന്തോ ആരുമായിട്ട് സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ വീഡിയോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ അതേപോലെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അവർ തൃശ്ശൂരുകാർ തന്നെയാണെന്നാണ് തോന്നുന്നത്. അമ്മയും മോനും ഒരുപാട് രാജ്യങ്ങളിലൊക്കെ ട്രിപ്പൊക്കെ പോണ ഒരു അടിപൊളി ഒരു ഫാമിലിയാണ്. അതേപോലെ തന്നെ ഒരു അമ്മയും മോനും നല്ല രസമുള്ള വീഡിയോസാണ്. കാണാത്തവരുണ്ടെന്നുണ്ടെന്ന് കാണുവേണ്ടി. പിന്നെ അതേപോലെ തന്നെ ഇതാ പരിപാടി, ഈ ഒരു ആനയൂട്ടിൻ്റെ ഈ ഒരു പരിപാടികളെല്ലാം കഴിഞ്ഞു. ആനകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ കൂടെ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ വലിയുണ്ട് കേട്ടോ. ഓരോരോ ആൾക്കാർ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന ഗജവീരന്മാരെല്ലാവരും ഓരോരോ ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ തലയെടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ തിടമ്പേറ്റുന്ന ആനകളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഉണ്ട് കേട്ടോ അതിൽ. അടിപൊളിയാണ്, നല്ല രസമുള്ള സംഭവങ്ങളാണ്. ആനകളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മളെ മുന്നിലൊരു ക്യാമറ ഈ ഇതേറ്റ് ഒരുത്തം വന്ന് നിന്നാണത്. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ ഈ ഗജവീരന്മാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മഴ ഉണ്ടായതുകൊണ്ട് ആനകൾക്കൊക്കെ നല്ല സുഖം. പക്ഷേ നമുക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ ഈ വീഡിയോ എടുക്കൽ. ആനകൾക്ക് ഈ ചൂട് കാലത്ത് ഭയങ്കര പ്രശ്നമാണല്ലോ. പക്ഷെ മഴ ആയതുകൊണ്ട് അവർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് വരണമായിട്ട് കാണുന്നത്. നമ്മളെ കൊടിയും വേറൊരു കൊടിയും മൊത്തത്തിൽ കുടമഴ ഉണ്ടാവും. പിന്നെ കുട ചൂടിക്കഴിഞ്ഞാൽ ചിലവർ ചീത്തയും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് കുട ചൂടാതെ ഇരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴയാണല്ലോ. മഴ ആയി കഴിഞ്ഞാൽ ഫോണിൽ ഈ ഇത് വീണ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല, വിഷ്വൽ കിട്ടൂല. അതേപോലെ തന്നെ നമ്മളെ ലെൻസിനും ബാധിക്കും. ഇത്രയധികം തിരക്കുണ്ടാവുന്നു, ഇത്രയധികം ആളുണ്ടാവുന്ന ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളിത് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് നോട്ട് ചെയ്ത് വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ആനയൂട്ടിൻ്റെ വീഡിയോ അതൊക്കെ പോലെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയ്യോ ഇത് കഴിഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തായാലും വരണം എന്നുള്ളതിൽ അത്ര റിസ്ക് പിടിച്ച് രാവിലെ പോകുന്നതിന്. പക്ഷേ എന്തോ നമ്മൾ വന്ന ടൈം കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഇത് എടുക്കാനൊന്നും പറ്റിയിട്ടില്ലേന്. പിന്നെ എന്താ പറയുക, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത്. അത് ഇതിൽ ഏറ്റവും ഒരു ടാസ്ക് എന്തായിരുന്നത് വെച്ചാൽ മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മഴ. ഒരുപാട് വർഷം മുന്നേ ആയിരുന്നാൽ ഇങ്ങനെ ഒരു മഴ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആനയൂട്ടിന്. എല്ലാ പ്രാവശ്യം മഴ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്ര അധികം മഴയും അതേപോലെ തന്നെ ഇത്ര ക്രൗഡും ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. കുറേ ആൾക്കാർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഗജവീരന്മാരിങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്ത് തന്നെ ഇങ്ങനെ നിന്നതാണ്. എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ കറക്റ്റ് കിട്ടുമല്ലോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അടിയിലൊക്കെ വെള്ളം ഉണ്ടായതുകൊണ്ട് ഫുള്ള് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോന്ന് എടുക്കലെന്നാവില്ല. എന്ത് മഴ എന്നുണ്ടെങ്കിൽ എന്ത് വെയിലാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഈ ഒരു റൗണ്ടിൽ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഈ ഒരു ഗ്രൗണ്ടിൽ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. എന്ത് പരിപാടി നടത്തിയാലും എന്ത് പരിപാടിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ക്രൗഡാവും, ഭയങ്കര ക്രൗഡാവും. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എത്രമാതിരി ആളുണ്ടാവും എന്നുള്ളത് കേട്ടോ. നല്ല ക്രൗഡ് വെച്ചാൽ നല്ല ക്രൗഡ്. ആനകളൊക്കെ ഇങ്ങനെ വരികയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ ക്യാമറൻ്റെ ഈ ഇതിൽ വെള്ളമായിട്ട് ഇത് ചില വിഷ്വലൊന്നും തീരെ ക്ലിയർ ഇല്ലാതെ വരുന്നുണ്ട് കേട്ടോ. ചില ആളുകൾ അവിടെ വന്നിട്ട് നമുക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട്. ഗജവീരന്മാരൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ മുന്നിലൊരു മെസ്സി വന്നിട്ട് നമ്മളെ വീഡിയോക്ക് ഒരു ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ട്. മെസ്സിനെ നമ്മൾ പതുക്കാണ്ട് മാറ്റി നിർത്തി നമ്മളെന്താ പറയുക ഇങ്ങോട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കണ്ട് ഒരു സെൽഫി എടുത്ത് കണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഗജവീരനുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ ആനകൾ, ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പതുക്കണ്ട് പോകുന്നത്. ഇത് ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ. നമ്മളെ എന്താ പറയുക കോടയിൽ ഇങ്ങനെ കയറി അങ്ങനെ പരിചയപ്പെട്ടാണ്. പുള്ളിക്കാരൻ ആലപ്പുഴയിൽ നിന്നാണ്. ഒരു ആനൻ്റെ കൂടെ വന്നതാണ്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് ക്ലിയർ ആവുന്നില്ല. കാര്യം പറയുന്നതും ക്ലിയർ ആവുന്നില്ല, ഞാൻ ചോദിക്കുന്നതും ക്ലിയർ ആയില്ല. ഒന്നാമത് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൈക്ക് എടുക്കാത്തതുകൊണ്ടും ക്ലിയർ ആയിട്ടില്ല, സംഭവങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ല. പിന്നെ ഇവിടെ ഹോമം നടക്കുന്നുണ്ട്. ഹോമം നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പുകയാണ്. അതപ്പുറം നടക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ ഗജവീരന്മാർ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരെ പോണത് പുറത്ത് കാണിട്ടാ. ഈ ഒരു മെയിൻ കവാടത്തിൻ്റെ പുറത്ത് പോയിട്ട് അവിടെ നിന്ന് തലയെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അത് വെയിറ്റ് ചെയ്യുക, അങ്ങോട്ട് പോയി നോക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് ഇങ്ങനെ പോകുന്നുട്ടോ. കുറേയൊക്കെ കണ്ട് നടന്ന് പോകുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റെക്ക് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലുണ്ട് വരണമായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ ഞാനിതാ ഈ ഗേറ്റിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. മെയിൻ കവാടത്തിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല, പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മണ്ടിച്ച് എൻ്റെ കൂടെയൊക്കെ വാങ്ങിച്ചവർ അവിടുന്ന് മണ്ടിച്ച് എന്താ പറയുക ഈ ഇത് എലിഫൻറ്റ് സ്ക്വാഡില്ലേ അവരൊക്കെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. പിന്നെ ഇവിടെയാണ് ഇങ്ങനെ ഓരോരോ ആനകൾ വന്നിട്ട് തലയെടുപ്പ് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ ആനകളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ നമ്മളെ മുന്നിൽ കൂടി തന്നെ ഇങ്ങനെ പോകണമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ സംഭവം. ആനയും പിന്നെ ഈ പൂരം അതൊക്കെ ഒരു വൈബ് തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ എത്ര മഴയാണെന്നുണ്ടെങ്കിലും എത്ര വെയിലാണെന്നുണ്ടെങ്കിലും അത് കാണാനും അത് എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇത് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത്ര മഴയൊക്കെ ആകുമ്പോൾ എല്ലാവരും പോകുന്നുണ്ടാവും, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്ത് തിരക്ക് അവിടെ അതാ ഈ തലയെടുപ്പൊക്കെ ഇങ്ങനെ നടത്തുന്നു, തുമ്പിക്കൈയൊക്കെ നീട്ടിയിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ പറഞ്ഞിട്ട് ഓരോരോ ആൾക്കാർ ഇങ്ങനെ പോകണമെന്നാണ്. അടിപൊളിയിട്ടാണ്, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാമറയിൽ വെള്ളമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, ക്ലിയറിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ നമ്മൾ തൊട്ട മുന്നിൽ തന്നെയുള്ള ആൾക്കാരൊക്കെ മൊബൈൽ പൊക്കി പിടിക്കുന്നതായതുകൊണ്ടും പിന്നെ ഈ ഒരു കുട ഇങ്ങനെ പൊക്കി പിടിക്കുന്നതായതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ തന്നെ ഉണ്ടായി. എന്തായാലും എന്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കും കേട്ടോ, അത് വേറെ വൈബ് കേട്ടോ. തിരക്ക് കണ്ടില്ല, ഈ തിരക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ആനകൾ വരുന്നുണ്ട്. 10-50ഓളം ആനകൾ, അതായത് 10-50ഓളം ഗജവീരന്മാർ ഈ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല മഴ വലിയൊരു വിഷയമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോന്നായി എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് പറ്റുന്നത് മാക്സിമം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഇനിയാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് വലിയൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ളത്. നമ്മളിതിൽ അധികം ഈ പൂരം ഉത്സവം അതേപോലെ തന്നെ ഈ ഒരു പെരുന്നാൾ നേർച്ച അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളതിലധികം വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഇതാക്കാമെന്നുള്ളതിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും അത് നമ്മളൊരു ഇതിൽ കറക്റ്റ് കിട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴയും പിന്നെ അതേപോലെ തന്നെ ഇത് കറക്റ്റ് ടൈമിന് തുടങ്ങിയിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ കുറച്ചിരുന്ന് ഡിലേ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് നല്ല നേരത്തെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് രാവിലെ വന്നിട്ട് ഇവർ ആനകൾ വരണതാവുന്ന എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണമെന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ആനകളൊക്കെ വന്ന് പകുതി ആയതിൻ്റെ ശേഷമാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓരോ ആനകൾ വരുമ്പോൾ അവരെ ആരാധകർ കിടന്ന് തുള്ളുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി വൈപ്പ്. പക്ഷേ സൗണ്ട് ഇതിലേക്ക് കറക്റ്റ് ക്യാച്ച് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് കേൾക്കാത്ത കേട്ടോ. പിന്നെ അതാ ഫേമസ് ആയിട്ടുള്ള ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ആനകളൊക്കെ ഓരോന്നിനും നിങ്ങൾക്ക് അറിയുന്നവരെല്ലാവരും പേര് കമൻറ്റ്സ് ചെയ്യട്ടാ, ഏതൊക്കെയാണ് നിങ്ങളെ ഫേവറേറ്റ് ആന എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ്സ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ആനൻ്റെ വീഡിയോ നമുക്കും വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ പണ്ട് മുതലേ ചെറുതാവുന്നത് മുതൽ തന്നെ ചെറുപ്പത്തിൽ മുതൽ തന്നെ നമുക്ക് ആനകളോട് ഭയങ്കര ഒരു കമ്പമാണ്. എവിടെ ആന ഉണ്ടെന്നുണ്ട് അതേമാതിരി പൂരം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകാനും വരാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് തീർത്തിട്ട് പള്ളിയിൽ പോകാനുണ്ട്. അപ്പം അതിൻ്റെ മുന്നായിട്ട് ഇതൊന്ന് തീർക്കട്ടെ എന്നുള്ളതിൽ വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ പറയാതിരിക്കാതെ വയ്യ, നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തിരക്കിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് നമ്മളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ അടിപൊളി വിഷ്വലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവരായിട്ട് നമ്മൾ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ആനകളെ കാണാനും ഇവിടുത്തെ ഈ വൈബ് കാണാനും വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ കാണുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അപ്പം നമ്മൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാൻ നോക്കേട്ടോ. നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ സപ്പോർട്ട് എന്നും വേണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ വീഡിയോ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്, കുറേ ദിവസങ്ങൾക്ക് ശേഷം, ഒരു മാസത്തോളമായും തോന്നുന്നു വലിയ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഡെയിലി വലിയ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ചെറിയ വീഡിയോ മാത്രമാണ് ഇട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ടൊക്കെ തന്നെ ഉണ്ടാകും. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാൻ നോക്കുക. പിന്നെ ഈ ഒരു വലിയ വലിയ ആനകളൊക്കെ വരുമ്പോൾ മാക്സിമം എന്താ പറയുക ഈ ചില വീഡിയോസിൽ ഇവരെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഇതില്ല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആനകൾ വരുമ്പോൾ ഈ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ ആൾക്കാരും നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സെല്യൂട്ട് അടിക്കുന്ന കാഴ്ച കാണാൻ ഭയങ്കര കണ്ണിന് ഭയങ്കര കുളിർമ, ഭയങ്കര സമാധാനം സന്തോഷമൊക്കെ ആയിട്ടുള്ള ഒരു കാഴ്ച. ഇനി നമുക്ക് ഇവിടുന്ന് പതുക്കാണ്ട് ഇറങ്ങാമെന്ന് വിചാരിക്കണം. പിന്നെ ഇങ്ങനെ ആന വരുമ്പോൾ ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ ആനകൾ ഇങ്ങനെ വരികയാണ്. ആരും അതിങ്ങനെ കാണിക്കുന്നതാണ് പിന്നെ അവിടെ തന്നെ നിൽക്കുക. ഇപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കാമെന്നല്ലാതെ എൻ്റെ ഇറക്കം നടക്കുന്നില്ല. ഇതപ്പോൾ വന്നിട്ടുണ്ട് ഓരോരോ ആൾക്കാർ വന്നിട്ട്. ഈ വന്നതിൽ ഏറ്റവും നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആനൻ്റെ പേര് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് വന്ന് ഈ ഒരു ഇതിൽ എന്താ പറയുക ആനയൂട്ടിന് വന്നതിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആനകൾ വരാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ മാതിരി തന്നെ ഒരുപാട് ബ്ലോഗർമാർ ഈ റിസ്ക് എടുത്തിട്ട് വീഡിയോ എടുക്കേണ്ടത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അതേപോലെ തന്നെ അതിൻ്റെ മുന്നിലൊക്കെ വന്നിട്ട് ഹായ് ഹുയ്യൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റീൽസാണെന്ന് തോന്നുന്നതൊക്കെ.
ഏതായാലും രസമുണ്ട്, വൈബാണ് ഇങ്ങനെ ഈ ഒരു പരിപാടിക്കൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ലൈവായിട്ട് വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ ഇറങ്ങിയിട്ടാണ്. എന്താ വെച്ചാൽ മഴയാണ്, നല്ല മഴയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ട് തന്നെ പിന്നെ അവിടെ ഇങ്ങനെ നിന്ന് പോകുന്നല്ലാതെ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്ത് കണ്ട് ഇറങ്ങി ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഈ ആളെ കാണുന്നത് കേട്ടോ. നിഷാൽ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ തന്നെയാണ്. പുള്ളിക്കാരനായിട്ട് നമ്മൾ വരുമ്പോഴാണ് കാണുന്നത്. നമ്മളെ ചെരുപ്പൊക്കെ അവിടെ ഫ്രണ്ടിലായിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. പക്ഷേ ഇത് വീഡിയോ നമ്മൾ നോക്കിയപ്പോൾ അതിലൊന്നും കേൾക്കുന്നില്ല, സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് ഇത് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നമ്മളിത് മൈക്ക് ഓണാക്കാൻ വിട്ടുപോയി തോന്നുന്നു. മൈക്ക് ഓണാക്കാൻ വിട്ടതാണോ ഇനി അപ്പുറത്തെ ഇതിൽ എന്തോ അവിടുത്തെ ഇതിൻ്റെ ഇതെന്തോ അറിയില്ല, തീരെ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു ആനയൂട്ടിന് പുള്ളി വരാറുണ്ട്. പുള്ളിക്കാരന് തൃശ്ശൂരുകാരൻ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം കുറച്ച് തിരക്ക് കൂടുതലാണ്. അതേപോലെ തന്നെ നല്ല വൈബുണ്ട്. മഴ ഒരു ബുദ്ധിമുട്ടായിട്ട് പുള്ളിയും പറഞ്ഞിട്ടാണ്. പുള്ളി ചെരുപ്പ് ഇട്ടിട്ടില്ല, ചെരുപ്പ് ഫ്രണ്ടിലാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാൾക്കും ഒരു ഫ്രണ്ടിക്ക് തപ്പ് കേട്ടോ. അതോരോന്ന് പറയണ കാല് വേദനയ്ക്കുണ്ട്. നടക്കുമ്പോൾ ഈ ചരലിൽ കൂടി നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. പുള്ളി അപ്പുറമാണ് ചെരുപ്പ് വെച്ചിട്ടുള്ളത്, ഞാൻ ഈ ഒരു സൈഡിൽ വെച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഫുഡിന് വരിയിരിക്കുന്നത്. അപ്പോൾ ഞാനും ചോദിച്ച് ഫുഡ് നമുക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും കഴിക്കാം, ഒരു കുഴപ്പമില്ല, ഇവിടെ ഒന്നും പറഞ്ഞിട്ട് നമ്മളോട് നിർത്തിയത്. പിന്നെ അവരായിട്ട് വൈബായി. പിന്നെ കുറേ നേരം സംസാരിച്ച് നിന്നു. ഇവരെല്ലാവരും തൃശ്ശൂരുകാരാണ് കേട്ടോ. ഇവരായിട്ടേക്ക് കമ്പനി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വൈബ് ആൾക്കാരാണ്, ചേച്ചിയും മരോളും പിന്നെ ഈ ചേച്ചിയൊക്കെ. നമ്മളെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴൊന്നും ഒരു ഇതും ഇല്ല കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ഇതിപ്പോൾ നമ്മളെന്താ പറയുക, ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ പരിചയപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുന്നേ പരിചയപ്പെട്ട മാതിരി തോന്നിയില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ ഫുഡ് കഴിക്കാനുള്ള ഈ ഒരു കൗണ്ടർ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറി ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവർക്കും ഫുഡ് എന്താ പറയുക, ഫുഡ് അവിടെ റെഡിയാണ് സംഭവം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ട്, നോക്കിയപ്പോൾ ഉണ്ട് കുറേ ആനകൾ അവിടെ വണ്ടിയിൽ കയറ്റുന്ന കാഴ്ച. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ആനകൾ അങ്ങനെ വരിയായിട്ട് ഓരോരോ വണ്ടിയിൽ ഇങ്ങനെ അവരാരെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കുറേ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് കറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ആനയൂട്ടിൻ്റെ വീഡിയോ. ആനയൂട്ടിൻ്റെ വീഡിയോ എനിക്ക് ഒരുവിധമൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ഇതിൽ എനിക്കതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച അത്രക്കാണ്ട് ഒരു വിഷ്വലൊന്നും ക്ലിയറായി കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരം കുറച്ച് വൈകിയതായതുകൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് എന്താ പറയുക ക്ഷമിച്ച് ഒക്കെ ഉൾക്കൊണ്ട് എന്താ പറയുക വീഡിയോക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.